മോളെ മഴ വരുന്നുണ്ട്, കൊട എടുക്കണം കേട്ടോ. ആ ഇതാരത്? മഴ നനഞ്ഞ മോനെ, കേറി വാ. ഇവിടെ ടവലുണ്ട്, തോർത്ത് കേട്ടോ. പിന്നെ എന്നാണ്ട് വിശേഷം? കഴിച്ചാർന്നല്ലതോ? എന്നാ കഴിച്ച രാവിലെ? പിന്നെ എങ്ങനെയുണ്ട് പഠിത്തൊക്കെ, എങ്ങനെ പോകുന്നു? ആ അമ്മ എന്നാ എടുക്കുന്നേ? ആണോ? പ്രിയേ വാ ഇങ്ങോട്ട്, ഇതേ കൊച്ചു വെയിറ്റ് ചെയ്യുന്നു. അവള് കൊറേ നേരമായി അവള് ഒരുങ്ങാൻ തുടങ്ങിയിട്ട്. എപ്പോഴാ ട്യൂഷൻ തുടങ്ങുന്നേ? ഇപ്പൊ തന്നെ? നിങ്ങളിനിപ്പോ എപ്പ ചെല്ലും? ഇപ്പൊ സമയമായല്ലോ. പിന്നെ കൊറേ പിള്ളേരൊക്കെ ഉണ്ടോ ക്ലാസ്സില്? ആരാ നിങ്ങളില് നല്ലോണം പഠിക്കുന്നേ? ആ അതങ്ങനെ പറയുള്ളൂ, എനിക്കറിയാം. അങ്ങള് രാവിലെ തന്നെ പോയി മോനെ. അമ്മ എന്നാ ഞങ്ങൾ ഇറങ്ങും കേട്ടോ, ലേറ്റ് ആയി. ആ പെട്ടെന്ന് പൊക്കോ. ശരി. ആ രണ്ടുപേരും സൂക്ഷിച്ചു പോണം കേട്ടോ. മഴ നനയാണ്ട് നോക്കണേ. ബൈ. ഞാൻ പോയി ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ഞാൻ പിന്നെ വിളിക്കാം. പറഞ്ഞോ, വിളിക്കാം മാഷെ. മോള് ട്യൂഷന് പോയേ? ആ മോള് ട്യൂഷന് പോയി. ഒറ്റയ്ക്കോ അതോ വല്ലതും ഉണ്ടോ കൂടെ? ആ നമ്മുടെ ശരണ്യയുടെ കൂടെ. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? വലിയ കുഴപ്പമില്ല, ഇപ്പൊ റിസൾട്ട് വന്നപ്പോ കണ്ടതല്ലേ. ഇടയ്ക്ക് ചേട്ടനൊക്കെ നോക്കണം കുട്ടികളുടെ കാര്യം എങ്ങനെ പോകുന്നു, പഠിത്തം കാര്യങ്ങളൊക്കെ എല്ലാം ശ്രദ്ധിക്കണം. അത് നിങ്ങൾ വീട്ടിലിരിക്കുന്നവരുടെ പണിയാണ്, കൊച്ചുങ്ങളെ നോക്കുക. ഞാൻ ഓഫീസും വീടും എല്ലാം കൂടെ പറ്റുമോ? നീ കാണുന്നില്ലേ ഈ ബഹളവും ഈ ബിസിയും കാണുന്നില്ല? നമ്മള് കുറച്ച് സമയം കണ്ടെത്തണം. നീ എന്നിട്ട് വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? കൊച്ചെങ്ങനെയുണ്ട്, പഠിക്കണ എങ്ങനെയുണ്ടെന്ന് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. സമയം കണ്ടെത്തിയിട്ട് കാര്യങ്ങൾ നോക്കണം. ഇപ്പൊ നിങ്ങൾ പറയുന്ന അത്രയും വരുമോ? ഞാൻ പറയുമ്പോഴ ഇല്ല, എന്തേലും പറഞ്ഞ അങ്ങനെ പറയണം. എങ്ങനെ ഞാൻ പറഞ്ഞ വെച്ചിട്ട് കറക്റ്റ് ആയിട്ടൊന്ന് കാര്യങ്ങൾ അവരോടൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അത് കേൾക്കും. ഞാൻ ഒരു 10 പ്രാവശ്യം പറഞ്ഞേക്കാൾ നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ? സമ്മതിച്ച് എനിക്ക് ഇടിയുണ്ടാക്കാൻ വയ്യ. ഒന്നാമത് ടെൻഷൻ എടുത്ത് വരുന്ന ഒന്നോ നമ്മൾ പറയുമ്പോ അവരെങ്കിലും അവര് മനസ്സിലാക്കണം. അത് നിങ്ങളെ നോക്കാതെ പറഞ്ഞു നോക്കുക, അത്ര തന്നെ. ഓ ഒരച്ഛനും മോളും. മോളെ പഠിക്കുന്നൊക്കെ ഉണ്ടോ? നല്ലോണം പഠിക്കണം. കുഴപ്പമില്ല. ഇപ്പോഴെങ്കിലും മകളുടെ പഠിത്തത്തെ പറ്റി ഒന്ന് തിരക്കിയല്ലോ, സമാധാനം. എന്റെ പൊന്നോ, എനിക്ക് ഇടിയുണ്ടാക്കാൻ വയ്യേ. ഒന്നാതെ ടെൻഷൻ ബിസി. എന്റെ മോളെ അച്ഛനും വയ്യ. അച്ഛൻ ഞാനും വരുന്നു. അമ്മ ഒറ്റയ്ക്ക് എന്ത് പറഞ്ഞാലും അച്ഛന്റെ മോളുടെ തലയെ കയറത്തില്ല. അല്ല ഞാൻ വഴക്കുണ്ടാക്കാൻ പാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. മോളുടെ കാര്യം ശ്രദ്ധിക്കണമെന്നല്ലേ പറഞ്ഞോളൂ. നമ്മൾ എന്ത് പറഞ്ഞാലും വഴക്കുണ്ടാക്കുക. ഞാൻ പറയുന്നുണ്ട് വീട്ടിൽ പോട്ടെ, വേണ്ട. ഞാൻ പറയുന്നുണ്ട് നല്ല വഴക്കിട്ടു. ഞാൻ അച്ഛനോട് പറയുന്നുണ്ട് നല്ല വഴക്കം കിട്ടാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് വേണമല്ലോ, ഇടയ്ക്കിടയ്ക്ക് വേണം. വേണമെന്ന് എനിക്കറിയില്ല. പറയരുതെന്ന് അങ്ങനെ പറയരുത്, അത് തെറ്റാണ്. ചെയ്യത്തില്ല. എല്ലാ പ്രാവശ്യം തെറ്റല്ല. അച്ഛൻ എന്ത് ചെയ്തു? ശരി. മഴ വരുന്നുണ്ട്, അതിപ്പം വീട്ടിൽ പോണം.
ഞാൻ പറഞ്ഞത് തെറ്റാണ്. അതാ ഞാനിവിടെ പറയുന്നത്. ഈ സുഹൃത്ത് ബലം എന്ന് പറയുന്നത് ഇതാ എല്ലാം കൂടെ കൊണ്ടുവന്ന് എന്റെ മണ്ടയിലോട്ട് തള്ളു. നീ കുറെ ദിവസമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ, എന്താ നിന്റെ ഉദ്ദേശം? മേലാണ് ഈ ഏരിയ കണ്ടുപോകരുത്. അങ്ങനെ വേണ്ട പ്രശ്നങ്ങൾ കുറെ ദിവസം കൊണ്ട് ഇവിടെ കിടന്ന് കറങ്ങുകയാണ്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം എന്താണെന്നറിയാമോ, അന്ന് ഞാൻ അവനടുത്ത് പറഞ്ഞതാ ഇതുവഴി പോരുതെന്ന്. നിങ്ങൾ എന്തിനാ കുറ്റം പറയുന്നത്? നിങ്ങൾ എന്തിനാ അടിക്കാൻ പറയുന്നത്? നിങ്ങൾ എന്തിനാ അടിക്കാൻ? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്താ കാരണം പറ. കാരണങ്ങളുണ്ട്, പലതുമുണ്ട് കാരണങ്ങളുണ്ട്. എന്നൊക്കെ അറിയത്തില്ല. സംഭവം നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നുമല്ല. ഇയാൾക്കൊന്ന് വിലസാന്ന് വിചാരിച്ചായിരുന്നു. വഴിയെ പോകുന്നവനെ എന്തിനാ അല്ലേ? അതിനെ പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ പോകുന്നു എന്റെ പണി. ഇല്ലില്ല, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യം. നിങ്ങളോട് പറഞ്ഞിട്ട് ഇല്ലില്ല. ഞാൻ നിങ്ങൾ എന്താ കാര്യം ബസ്സിൽ അവന് നിങ്ങൾക്ക് അത് അറിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ, അവന്റെ ബാക്കിൽ കുറെ കഥകളുണ്ട്. അതിപ്പോ നിങ്ങൾ മനസ്സിലാവില്ല. ഞാൻ പറയാം. എനിക്കറിയത്തില്ല. ശരി, എന്തോ ചെയ്തു. എന്ത് പറ്റി പറ. മോളെ മോളെ എന്ത് പറ്റി മോളെ? എന്താ എന്നാ എന്നാ പറ മോളെ, എന്താ നീ എന്തിനെങ്ങനെ കരയണേ? ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്ക്. എന്നാ പറ്റിയ പറ എന്നാ പറ്റിയ? എന്തിനാ കരയണേ? പറയാ എന്താ പറ, എന്നാ പറ്റിയ? കരയല്ലേ പറ. അമ്മ പറ എന്നാ പറ്റിയ? എന്താ മോളെ, എന്തിനാ കരയണേ? കരയല്ലേ മോള്, കരയല്ലേ? എന്നാ പറ്റിയ? എന്നാ പറ, എന്നാ പറ്റിയ? നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ മോളെ കയ്യേക്കാൻ പിടിച്ചവൻ യവനാണ്, അറിയാമോ? നീ എന്റെ മോളെ പിടിക്കല്ലടാ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ആള് തെറ്റി. അദ്ദേഹത്തെ ഇല്ല, അദ്ദേഹത്തെ എനിക്കറിയാം. നിങ്ങൾക്ക് ആള് തെറ്റി. ഹലോ, താങ്കളെ ഞാൻ വളരെ ദിവസങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് താങ്കൾ ഇവിടെ ഇരിക്കുന്നത്? എന്ത് പറ്റി താങ്കൾക്ക്? പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. താങ്കൾ തുറന്നു പറയൂ, എന്താണ് താങ്കൾക്ക് സംഭവിച്ചത്? നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യമുണ്ട് സാർ. എൻ്റെ ഭാര്യയും എൻ്റെ മോളും എനിക്ക് നഷ്ടമായത് ഒരു വണ്ടി ആക്സിഡന്റ്. എനിക്കൊരു വർഷമായി. ഞാനിവിടെ വിട്ടു പോകില്ല മാഷേ. എനിക്കിവിടെ വിട്ടു പോകാൻ കഴിയില്ല. ഇവിടെ എൻ്റെ ഭാര്യയും മോളും ഉണ്ട്. അവരെ വിട്ട് ഞാൻ എവിടെയും പോകില്ല മാഷേ. എന്ത് കാണിക്കുന്നേ? നിനക്കറിയാം ഇവൻ നമ്മുടെ കുഞ്ഞിനെ. അച്ഛാ, ഈ അങ്കിൾ അല്ല അച്ഛാ. പിന്നെ ആരാണ്?
ആ മോളെന്റെ അച്ഛയുടെ പോയി. അച്ഛൻ വീട്ടിലാങ്ങളെ. അച്ഛനെ കാണാനില്ലല്ലോ ഈയിടെയായിട്ട്. അച്ഛന് തിരക്കൊക്കെ ആ പിന്നെ മോളുടെ പഠിത്തം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മോളെ എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. വന്നേ കൈ വിട്ടങ്ങളെ. വാ, ഒരു കാര്യം പറയാനുണ്ട്. വിടങ്ങളെ. വാ മോളെ, ഒരു കാര്യം പറയാനുണ്ട്. വാ വിടങ്ങളെ. നിന്നു മോളെ, നീ കുറച്ച് കാര്യം പറയാണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത്രക്കാരനായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇദ്ദേഹമാണ് ആള് വില്ലൻ. ഇവനെ ഇനി തല്ലിയിട്ട് കാര്യമില്ല. ഇവനെ ഇനി പോലീസിലെത്തി. നമുക്ക് പോലീസിലെത്തി. ഇവനെ തല്ലിയിട്ട് കാര്യമില്ല. അവർക്ക് തെറ്റ് പറ്റിയാണ്. താങ്കൾ നിരപരാധിയാണെന്ന് അവർക്കറിയാം. സാരമില്ല മാഷേ, എനിക്ക് മനസ്സിലാവും. സത്യം തെളിഞ്ഞല്ല, അത് മതി. താങ്കൾ നിരപരാധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ, അത് മതി. സന്തോഷമായല്ലോ. എന്താ മാഷേ? അറിയാതെ പറ്റിപ്പോയതാ, ക്ഷമിക്കണം. സോറി മാഷേ, അറിയാതെ പറ്റിപ്പോയതാ. സോറി. ഓക്കെ, പ്ലീസ്. സാരമില്ല മാഷേ, ഇതുപോലൊരു മോൾ എനിക്കും ഉണ്ടായിരുന്നു. ഇന്നവൾ ഈ ഭൂമി ജീവിച്ചിരിക്കില്ല. നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ സുഖസൗകര്യങ്ങൾ നോക്കി നമ്മൾ ഓടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മറക്കുന്നു എന്നത് പല രക്ഷകർത്താക്കളും ഓർക്കുന്നില്ലത്. അവരുടെ സന്തോഷം, അവരുമായിട്ട് നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കണം. അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണം. നമുക്ക് പറയാനുള്ളത് അവരോട് പറയണം. പണം നമുക്കുണ്ടാക്കാം, പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അത് നമ്മുടെ കയ്യിലാണ്. ഒരിക്കലും അത് നമ്മൾ കൈവിട്ട് കളയരുത്. ഞാൻ പോകുന്നു മാഷേ.